ഇന്ത്യ സഖ്യരാഷ്ട്രീയത്തിൻ്റെ കാതൽ RSS BJP ആശയങ്ങൾ ചെറുക്കലാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാകുമായിരുന്നെങ്കിൽ ആ പാർട്ടി രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഖത്തെ അന്ന് മത്സരിപ്പിക്കേണ്ടത് ഉറപ്പായിട്ടും ഇവിടെ കേരളത്തിലല്ലായിരുന്നു. രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കും. അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിന്റെ മുന്നണി പോരാളിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് 2019-ലും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണെന്നാണ്. ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യയിൽ കാലുറപ്പിക്കാൻ രാഹുൽ തീരുമാനിച്ചതോടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുകയാണ്. ദേശീയ തലത്തിൽ ഈ തീരുമാനം ഡബിൾ എഞ്ചിൻ ശക്തി പകരുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇവിടെയാണ് ഇടതുപക്ഷം ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രീയ എതിരാളി BJP ആണെന്ന് കോൺഗ്രസ് ഓർക്കണമെന്ന് CPI അടിവരയിട്ട് പറയുകയാണ്. കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് BJP ആക്ഷേപിക്കുകയും ചെയ്യുന്നു. വയനാടൻ ചുരം കയറുന്ന പ്രിയങ്കയ്ക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും ചുരം കയറുകയാണ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM വയനാട് ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ. ആദ്യം വയനാട് ജില്ലാ സെക്രട്ടറി P. ഗഗാറിനിലേക്കാണ്. ശ്രീ ഗഗാറിൻ, ഇന്നലെയാണ് നിർണായകമായ തീരുമാനം വന്നത്. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുന്നു, പകരം പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാനെത്തുന്നു. അപ്രതീക്ഷിതമായൊരു തീരുമാനമാണ് AICCയിൽ നിന്നും ഇന്നലെ ഉണ്ടായത്. എങ്ങനെയാണ് വയനാട്ടുകാർ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ കാണുന്നത്? കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിൽ നടക്കുന്ന ഘട്ടം തീരുന്നത് വരെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കാര്യം മറച്ചു വെക്കുകയാണ് ചെയ്തത്. അത് തന്നെ ഒരു വഞ്ചനാപരമായ സമീപനമാണ്. ആ വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് ഒഴിഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരിയെ ഇവിടെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് അഭിമാനിക്കാം, പ്രത്യേകിച്ച് വയനാട്ടിലെ ഇടതുപക്ഷക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, മിനിമം രാഹുൽ ഗാന്ധിയോ സഹോദരിയോ അല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിന് വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള ത്രാണി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി 5 വർഷക്കാലം വയനാട്ടിൽ ജനപ്രതിനിധിയായി ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല. ഇന്ത്യയിലെ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി. അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മിടുക്കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ BJPക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന വലിയ കർഷക പ്രക്ഷോഭങ്ങൾ, ആ കർഷക പ്രക്ഷോഭങ്ങളിലും കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല. ഇന്ത്യയിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ, അതിലും കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം ആനുകൂല്യമാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും, UP, ഹരിയാന, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൻ്റെ ഒരു പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ്. കേരളത്തിലും BJPക്കെതിരായി അതുപോലെ വർഗീയതക്കെതിരായി ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണ BJPയെ ഇന്ത്യയിലെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുവിൽ രൂപം കൊണ്ട ഒരു ബോധം, അത് കേരളത്തിലും കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ആ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. ഇനി പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. വയനാടെന്നത് എങ്ങനെ, വയനാടിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും വയനാട്ടിൽ ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ്, പൊതുവിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ശേഷവും അത്തരത്തിലുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വയനാട്ടുകാരെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പ്രിയങ്കയല്ല ആര് തന്നെ മത്സരിച്ചാലും രാഷ്ട്രീയമായ പോരാട്ടം, കാരണം
ഇന്ത്യയിൽ BJPക്കെതിരായ പോരാട്ടം പോലെ തന്നെ കേരളത്തിൽ UDF LDF എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കേരളത്തിലെ LDF UDF യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ BJPക്കെതിരായ പോരാട്ടത്തോടൊപ്പം തന്നെ UDFനെതിരായ രാഷ്ട്രീയ പോരാട്ടവും അതിശക്തമായി തന്നെ ആര് വയനാട്ടിൽ വന്ന് മത്സരിച്ചാലും ഇടതുപക്ഷം നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിലൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകുക തന്നെ ചെയ്യും വയനാട്ടിൽ. യെസ്, പ്രിയങ്ക ഗാന്ധി വരുന്നതുകൊണ്ട് LDFന് യാതൊരുവിധ ആശങ്കയും വയനാട്ടിലില്ല. വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിനാണ് ഈ പ്രതികരണം പങ്കുവച്ചത്. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ്. ശ്രീ PM നിയാസ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലും അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഇന്ന് ബിനോയ് വിശ്വം CPIയുടെ സീറ്റാണല്ലോ വയനാട് എന്ന് പറയുന്നത്. വയനാട്ടിൽ LDF അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുകയാണ്. രാഷ്ട്രീയ എതിരാളി ആരാണെന്ന് BJP ആണ് എന്നുള്ള കാര്യം കോൺഗ്രസ് ഓർക്കണമെന്ന് ആനി രാജയും അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജയും ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ചുരുക്കത്തിൽ വയനാട്ടുകാരെ മൊത്തം വിശ്വാസത്തിലെടുക്കാതെ അവരെ വഞ്ചനാപരമായ ഒരു സമീപനം രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചു എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു വികാരം എന്ന് പറയുന്നത്. കാരണം റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തീരുന്ന വൈകുന്നേരം 6 മണി വരെ ഇവിടെ ആർക്കും അറിയില്ല. അത്തരത്തിൽ തീരുമാനമൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യം റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്ന കാര്യം ഇവിടുത്തെ വോട്ടർമാരോട് മറച്ചുവെച്ചു. തികച്ചും രാഷ്ട്രീയപരമായ ഒരു കണക്കുകൂട്ടലില്ലായ്മ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ഉയരുന്ന വിമർശനം. നോക്കൂ നീലിമ, ഇവിടെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയത് ഒന്നാമതായി ഈ തവണയല്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും അദ്ദേഹം അമേത്തിയിലും UPയിലെ അമേത്തിയിലും വയനാടും മത്സരിച്ചതാണ്. ഇത്തവണയും അങ്ങനെ തന്നെ അദ്ദേഹം UPയിലും മത്സരിക്കും, കേരളത്തിലും മത്സരിക്കുമെന്ന് ഞങ്ങൾക്കും പാർട്ടി മാധ്യമങ്ങൾക്കും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിജ്ഞാനമുള്ള എല്ലാവരും കണക്കൂട്ടിയതും ചെയ്തതുമാണ്. പിന്നെ നീലിമയ്ക്കും കൈരളിക്കും മാത്രം അങ്ങനെ തോന്നാതിരുന്നു എന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ എവിടെയും രാഹുൽ ഗാന്ധി ഇത്തവണ എവിടെയും മത്സരിക്കുന്നില്ല എന്ന് അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ആരെപ്പോൾ പറഞ്ഞു? വയനാട് തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ അത്തരത്തിലൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു മിനിറ്റ് നീലിമ, ഒന്ന് ശാന്തമാവും. ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ദീദി എന്തിനാ ഇത്ര അസഹിഷ്ണുത? നമ്മൾ നല്ല സൗഹൃദത്തിലല്ലേ, പിന്നെ എന്തിനാ ഈ തുടക്കത്തിൽ ഇത്ര അസഹിഷ്ണുത? ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, നീലിമയോടോ കൈരളിയിലെ ദേശാഭിമാനിയിലെയോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോട് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർ CPC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ രാഹുൽ ഗാന്ധിയുടെ ഓഫീസോ അല്ലെങ്കിൽ AICC നേതാക്കന്മാരോ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇത്തവണ അദ്ദേഹം കേരളത്തിലല്ലാതെ വയനാട്ടിലല്ലാതെ വേറെ എവിടെയും മത്സരിക്കില്ല എന്ന്? അങ്ങനെ ഏതെങ്കിലും ഒരു അവകാശവാദം തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പിന്നെ നീലിമ സ്വമേധയെ അങ്ങ് തീരുമാനിക്കുകയാണോ? അത് അങ്ങനെ അവസാനം വരെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആദ്യഘട്ടം ശ്രീ PM നിയാസ്, നമ്മുടെ ഉന്നത നേതാക്കളൊക്കെ ഒന്നും രണ്ടും മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വളരെ കൃത്യമായി നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെയാണ്. അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ മത്സരിക്കുമ്പോൾ വളരെ കൃത്യമായി പറയാറുണ്ട് ഈ 2 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അക്കാര്യം ഉണ്ടായില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. നീലിമ എന്തെങ്കിലും സംശയമുള്ളത് നീലിമക്ക് മാത്രമേ സംശയമുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അത് ഞങ്ങൾ നേരത്തെ 2 സീറ്റിൽ മത്സരിച്ചതാണ്. ഇത്തവണയും ഞങ്ങൾ 2 സീറ്റിൽ മത്സരിക്കുന്നു. അത് ഞങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. നീലിമ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ആരും തന്നെ ഇദ്ദേഹം 2ാമത്തെ സീറ്റിൽ മത്സരിക്കില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും 2ാമത്തെ സീറ്റിൽ മത്സരിക്കില്ല, കേരളത്തിൽ മാത്രമേ മത്സരിക്കുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ നീലിമ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, വേദനിക്കുന്നത്? നീലിമക്ക് അത് പാർട്ടിയുടെ വിഷമമോ ഞാനൊരു കാര്യം
ഞാനൊരു കാര്യം അങ്ങോട്ട് ദയവ് ചെയ്ത് ശ്രീ PM നിയാസ് ഇത് വ്യക്തിപരമായി എടുക്കരുത് പ്ലീസ്. ദയവ് ചെയ്ത് ഇത് വ്യക്തിപരമായി എടുക്കരുത്. സമയമുണ്ടെങ്കിൽ വ്യക്തിപരമായി എടുക്കരുത്. അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ, ബിനോയ് വിശ്വം, CPMന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ ഇതെല്ലാം പറയുന്ന കാര്യമാണ് സാർ ഞാൻ പറഞ്ഞത്. അല്ലാതെ കൈരളിയുടെ പ്രശ്നമോ എൻ്റെ പ്രശ്നമോ അല്ല ഇത്. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നീലിമ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങാം. താങ്കൾ പറയൂ. അല്ലെ നീലമക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യം ചോദിച്ചോ, അവസാനം ഞാൻ പറഞ്ഞോളാം. നീലിമ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബിനോയ് വിഷയം പറയുന്നതോ ആനിരാജ പറയുന്നതല്ല ഞങ്ങളുടെ പാർട്ടി നിലപാട്. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ എവിടെയെല്ലാം ആരെല്ലാം എങ്ങനെയെല്ലാം മത്സരിക്കണമെന്ന് ബിനോയ് വിഷയമോ കൈരളി TVയോ CPMോ അല്ല തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കാണ്. ഇത് UP നേരത്തെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ UP മത്സരം കഴിഞ്ഞാണ് കേരളത്തിൽ അദ്ദേഹം വരിക. സ്വാഭാവികമല്ലേ? അതിലെന്ത് തെറ്റാണുള്ളത്? ഞങ്ങൾ കഴിഞ്ഞ തവണ 2 നോമിനേഷനും ഒരേ സമയത്താണ് കൊടുത്തത്. അതിൻ്റെ കാരണം 2 സ്ഥലത്തും തെരഞ്ഞെടുപ്പ് ഒരേ സമയത്തായിരുന്നു. ഇത്തവണ ഞങ്ങളെ തീരുമാനിച്ചതല്ല. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് പ്രചരണം നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കി തീരുമാനിച്ചതാണ്. അത് ഞങ്ങൾക്കത് തെറ്റു പറയാൻ പറ്റും? പിന്നെ ഇവിടെ ഗഗാറിൻ പറഞ്ഞു ഇവിടെ മത്സരം. ഗഗാറിനെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലേറെ വോട്ടിനാണ് ജയിച്ചത്. ഇത്തവണ 3,60,000 വോട്ടിനാണ് ജയിച്ചത്. അടുത്ത തവണയും ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോട് ഞങ്ങൾക്ക് ജയിക്കുകയാണ്. നിങ്ങളിപ്പം നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ നമ്മുടെ CPIൻ്റെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യ മുന്നണി സഖ്യത്തെക്കുറിച്ചും അതിൻ്റെ പരിപാവനമായ വർഗീയ വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ നിങ്ങളുടെ നേതാവ് പ്രതിപക്ഷ നേതാവായി വരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. ആ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതാവ് വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായുള്ള നിലപാടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതിൽ നിങ്ങൾക്ക് കലർപ്പില്ല എങ്കിൽ, അതിൽ നിങ്ങൾ ശക്തമായ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ കെട്ടുറപ്പിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ലേ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ബംഗാളിൽ മത്സരിക്കണമെങ്കിൽ ഞങ്ങളുടെ പിന്തുണ വേണം. നിങ്ങൾക്ക് ത്രിപുരയിൽ മത്സരിക്കണമെങ്കിൽ ഞങ്ങളുടെ പിന്തുണ വേണം. രാജസ്ഥാനിൽ നിങ്ങൾ മത്സരിക്കണമെങ്കിൽ ഞങ്ങൾ സീറ്റ് തരണം. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് മത്സരിച്ച് MP ആവണമെങ്കിൽ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം മത്സരിക്കണം. അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് കോൺഗ്രസ് വലിയ കക്ഷിയും അവിടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പടവും വെക്കണം, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും വേണം. ഇവിടെ മാത്രം നിങ്ങൾ എന്തിനാ ഇതിനൊരു ആവശ്യം? നിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നിങ്ങൾ മത്സരരംഗത്ത് വരാതിരുന്ന് ഇന്ത്യയിലെ ഐക്യവും അഖണ്ഡതയും വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെയും നിങ്ങളുടെ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറിച്ച് ഞാൻ ചോദിക്കട്ടെ, BJPയുടെയും നിങ്ങളുടെയും സ്വരം ഒരുപോലെയാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താ കരുതുക? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പോരാടുന്നത്? UP മായാവതിയെ പോലെ നിങ്ങൾ കേരളത്തിലാവല്ല. മായാവതിക്ക് ആവശ്യം അവിടെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറയ്ക്കുകയാണ്, SP സീറ്റുകൾ കുറയ്ക്കുകയാണ്. BJPക്ക് കൂടുതൽ സീറ്റ് നേടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതേ പ്രചരണമാണോ കേരളത്തിൽ നിങ്ങളും വയനാട് വിഷയത്തിൽ പറയുന്നത്? അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി നരേന്ദ്രമോദി ഞാൻ അങ്ങയിലേക്ക് വരാം. ഒട്ടേറെ സമയം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ പറയുന്ന ഒരു ന്യായം, റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പറയാൻ കഴിഞ്ഞില്ല, വയനാട്ടിലെ വോട്ടർമാരോട് പറയാൻ കഴിഞ്ഞില്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ക്രമീകരിച്ചത്, അതുകൊണ്ട് തന്നെയാണ് പറയാൻ കഴിയാത്തത് എന്നുള്ള ഒരു ന്യായം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ CPMനെ UPയിലെ BSPയോട് ഉപമിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചെയ്യുന്നത്. അങ്ങനെയാണോ ഇവിടെ BSP ചെയ്യുന്നത് പോലെയാണോ BJPക്കെതിരായ ഒരു രാഷ്ട്രീയ പോരാട്ടം വളരെ കൃത്യമായി നടത്തുന്ന ഒരു CPMനെ കുറിച്ച്, LDFനെ കുറിച്ച് ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ ശരിയാണോ? കേരളത്തിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാത്ത ആളോ അല്ല ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാത്ത ആളോ അല്ലല്ലോ കോൺഗ്രസ് പ്രതിനിധിയായി ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് PM നിയാസിൻ്റെ വസ്തുതകളൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നീലിമ, താങ്കൾ ചോദിച്ചതുപോലെ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, UPയിലെ
തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസത്തിൻ്റെ തലേ ദിവസം ആണല്ലോ ഈ തീരുമാനം വരുന്നത്. അതെ. അതുവരെ നാഷണൽ മീഡിയയിൽ പിന്നെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ്, ചാനലുകളിലും ഒക്കെ ഈ വിഷയമാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാനിടയുണ്ടോ എന്നുള്ളതായിരുന്നു ചർച്ച മുഴുവനും. ആ ചർച്ചയ്ക്കൊന്നും കോൺഗ്രസ് AICC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നും വ്യക്തതയുള്ള ഒരു സൂചന പോലും കിട്ടിയില്ല. പിന്നെയല്ലേ മറുപടി. എന്നിട്ട് ഒടുവിൽ പിന്നെ നാളെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട തീയതിയെങ്കിൽ ഇന്ന് വൈകുന്നേരമാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ തീരുമാനിക്കുന്നത്. അത്ര വരെ എന്തിനായിരുന്നു നീട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം ഈ ചർച്ചയിൽ നീലിമയ്ക്കോ പിന്നെ എനിക്കോ ഗഗാറിനോ ഇല്ല എന്ന് വാദിക്കാൻ തുടങ്ങിയാൽ എന്താണ് പിന്നെ അതിന് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല, പ്രതികരിക്കാൻ കഴിയുക? ഇങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ CPM ആ ചോദ്യം അനാവശ്യമായിട്ടാണ് ചോദിക്കുന്നതെന്ന് CPMൻ്റെ പ്രതിനിധിയോട് പറയുക, നീലിമയോട് പറയുക. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഏതായാലും. അത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ് സർ, ശ്രീ PM നിയാസ്. കാരണം ഇത് പിന്നെ അവസാന നിമിഷം വരെ ആ ഉദ്വേഗം നിലനിർത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ. പക്ഷെ നോക്കൂ, കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ഗവൺമെൻറ്റിനെതിരെ, യൂണിയൻ ഗവൺമെൻറ്റിനെതിരെ നയിച്ച പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ കണക്കെല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരും അത് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഏതായിരുന്നു ആ പ്രധാനപ്പെട്ട പ്രക്ഷോഭം? അതിനി ആരും വ്യക്തമാക്കേണ്ടതില്ലെങ്കിലും ഈ ചർച്ചയിൽ അത് പറയാതെ പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് കർഷക സമരമായിരുന്നു. ഇന്ത്യയിലെ കർഷകരുടെ സമരത്തിൻ്റെ പ്രതിഫലനമാണ് UPയിൽ, മഹാരാഷ്ട്രയിൽ, പിന്നെ പഞ്ചാബിൽ, രാജസ്ഥാനിൽ ഒക്കെ വലിയ ജനരോഷവുമായി NDA മുന്നണിക്കെതിരായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രൂപപ്പെട്ടെന്നുള്ള കാര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിന് പുറത്ത് തർക്കമില്ല. കേരളത്തിനകത്ത് നിങ്ങൾ തർക്കിച്ചോളൂ. പക്ഷേ ഈ ചർച്ചകളിലെങ്കിലും നമുക്ക് സത്യസന്ധരായിക്കൂടെ എന്നൊരു സംശയമേ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. ആ കർഷക സമരം നയിച്ചതിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ UPA എന്ന മുന്നണിക്ക് എത്രത്തോളം പങ്കുണ്ടായിരുന്നു? താങ്കളിപ്പോൾ മുമ്പേ ചോദിക്കുന്നത് കേട്ടല്ലോ, രാജസ്ഥാനിൽ ഞങ്ങളുടെ സഹായം കൊണ്ടല്ലേ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയെന്ന്. അമ്രാറാം ആരായിരുന്നു സർ? കർഷക സമരത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന ഏറ്റവും മികച്ച നേതൃത്വം വഹിച്ച ആളായിരുന്നില്ലേ അമ്രാറാം? അദ്ദേഹത്തിന് നിങ്ങൾ ദാനം കൊടുത്ത് ജയിപ്പിച്ചതാണ് ആ സീറ്റെന്നാണോ, രാജസ്ഥാനിലെ സീറ്റെന്നാണോ താങ്കൾ ഇപ്പോഴും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? കഷ്ടമാണത്. അമ്രാറാം എന്ന് പറയുന്ന കർഷക സമരത്തിന് മുന്നണി പോരാളിയായി നിന്ന മനുഷ്യനാണെന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ളവരിൽ താങ്കളുടെ AICC പ്രസിഡൻറ്റും പെടും കേട്ടോ. അതുകൂടെ ദയവായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ദാനം കൊടുത്തതൊന്നുമല്ല. അങ്ങനൊരു സമരം ഇപ്പോൾ ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിൽ സ്വാധീനം കുറവാണ്. 2019 നാമമാത്രമായൊരു വർധനവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇടതുപക്ഷം എന്നുള്ള ആ ഒരു സെക്റ്റിന്, ആ ഒരു വിഭാഗത്തിന് ഉണ്ടായിട്ടുള്ള സ്വാധീനം, കർഷക സമരത്തിനിടയിൽ സംഭവിച്ച മുന്നേറ്റം എത്രയൊക്കെയാണെന്ന് കോൺഗ്രസിൻ്റെ എല്ലാ മേഖലകളിലും AICC അടക്കം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈയിടെ മാർച്ച് 12 നടന്ന നാസിക് മുംബൈ മാർച്ച്, നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് നടത്തിയ കർഷക മാർച്ച്, അത് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തില്ലേ? മഹാരാഷ്ട്രയിൽ വളരെ വലിയ തോതിൽ. അതിൽ കോൺഗ്രസിന് വല്ല പങ്കുമുണ്ടോ നേതൃത്വപരമായി? അതാരാണ് സംഘടിപ്പിച്ചത്? അപ്പം അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതവിടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിനെ ആകെപ്പാടെ പരിപൂർണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് കോൺഗ്രസിന് ദാനമായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയതാണ് ഏതായാലും സീറ്റുകൾ എന്ന് പറഞ്ഞ് സമർത്ഥിക്കുക വഴി എന്താണ് താങ്കൾ നേടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതായാലും CPMൻ്റെ വക്താവായിട്ടല്ല ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. CPMൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ശ്രീ ഗഗാറിനാണ്. പക്ഷേ എനിക്കറിവുള്ള കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. അവിടെയൊക്കെ CPMനെ തമസ്കരിച്ചാൽ അത് യാഥാർത്ഥ്യമാണെന്ന് താങ്കളുടെ മനസാക്ഷിക്ക് എപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമോ? അത് ഇല്ലല്ലോ. അതൊരു അയഥാർത്ഥമായ പ്രസ്താവന മാത്രമായിട്ട് വെറൊരു സ്റ്റേറ്റ്മെൻറ്റായി മാറിപ്പോവില്ലേ? അത് ഒരു ഭാഗം. ഇനി കേരളത്തിലേക്ക് വന്നാൽ, അതാണല്ലോ ചർച്ചാ വിഷയം, അതിൻ്റെ കാതലതാണല്ലോ നമ്മുടെ ചർച്ചയുടെ. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മികച്ച വിജയം നേടി. UDF 2019 വിജയത്തിൻ്റെ വേറൊരു രൂപത്തിലുള്ള ആവർത്തനമാണല്ലോ ഇത്. അതിനെ അങ്ങനെ 2019 വിജയിച്ചപ്പോൾ ഇതിനേക്കാളും കൂടുതൽ
പിന്നെ ബഹളമുണ്ടാക്കിയ സോഷ്യൽ മീഡിയയും നമ്മുടെ സ്റ്റേറ്റിലെ മീഡിയയും നാഷണൽ മീഡിയയും ഒക്കെ പറഞ്ഞത് എന്തായിരുന്നു? പിണറായി വിരുദ്ധ വികാരം. അതാണ് 2019 തോൽവിയുടെ അടിസ്ഥാന കാരണം എന്ന് സമർത്ഥിക്കാൻ എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച ചാനൽ ചർച്ചകൾ, എത്രയോ പത്രത്താളുകൾ ചിലവഴിച്ച ദിനങ്ങൾ, നീണ്ട ദിനങ്ങൾ ഉണ്ടായില്ലേ? എല്ലാം പിണറായി വിരുദ്ധത കൊണ്ടാണ് സംഭവിച്ചത് എന്ന് സമർത്ഥിച്ച് അടിച്ചുറപ്പിച്ച് വെക്കലായിരുന്നല്ലോ അന്ന് പ്രധാനപ്പെട്ട പണി അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളുടെയും. പക്ഷെ പിന്നീട് തൊട്ടടുത്ത വർഷം എന്താണ് സംഭവിച്ചത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. പിന്നെ വലിയ മുന്നേറ്റം LDF നടത്തി. പിന്നീട് തൊട്ടടുത്ത വർഷം, അതിനടുത്ത വർഷം 2021 91 സീറ്റെന്ന 2016 സ്ഥിതി 2021 ആയപ്പോൾ 99 ആകുന്നു. അപ്പോഴേ ഈ പിണറായി വിരുദ്ധത ചാനൽ ചർച്ചകളിലും ചാനൽ സർവേകളും ഒക്കെ താങ്കൾ ഉണ്ടാകുമല്ലോ ശ്രീ അഡ്വക്കേറ്റ് PM നിയാസ്. LDFനെ 35 പുതിയ MLA-മാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ നിർത്തിയത് CPM-ൽ തന്നെ 35 പേര് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ അവർ മത്സരിച്ചത്, ജയിച്ചത്. അപ്പോൾ മാധ്യമങ്ങൾ അതിനോടെടുത്ത നിലപാട്, നടത്തിയ സർവേയിൽ ഇവരെല്ലാം തോറ്റ് അട്ടത്തിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വസ്തുത എന്തായിരുന്നു? അതവിടെ നിൽക്കട്ടെ. അതേ പാറ്റേൺ 2019 ആ പാറ്റേൺ വേറെ രൂപത്തിൽ ഇത്തവണ ആവർത്തിച്ചു. UDFന് അനുകൂലമായി തന്നെ മാറി. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വലിയൊരു തിന്മ പിന്നെ നടന്നത് മറച്ചു വെക്കാൻ കഴിയും ഇതിനിടയിൽ ഇത്തവണ. അത് തൃശ്ശൂർ എന്ന തിന്മയാണ്, തൃശ്ശൂരെ ജനവിധി എന്ന തിന്മയാണ്. ആ തിന്മയുടെ പിന്നിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പിന്തുണ, ആ തിന്മ ഉണ്ടാകുന്നത് കോൺഗ്രസ് പിന്തുണ എന്ന വലിയ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകർ നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ പഴി കേൾക്കുന്നത് ആരാണ്? ഇന്നലെയും ഒരു സമുദായ നേതാവ് പറഞ്ഞല്ലോ, CPM-ൻ്റെ മുസ്ലിം പ്രീണനം. സമുദായ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ നേതാവ് പറഞ്ഞത് CPM-ൻ്റെ സാമുദായിക പ്രീണനം ആരോട്? അല്ല, മുസ്ലിം സമുദായം. അപ്പോൾ ഒരു കാര്യമുണ്ട്, അത് പറയാതെ പോകാൻ കഴിയില്ല നീലിമ, ഇത്തരം ചർച്ചകളിലെങ്കിലും. 2005 അന്ന് UPA സർക്കാർ, ഒന്നാം UPA പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇടതുപക്ഷമാണെന്ന് കർശനമായി ആവശ്യപ്പെടുന്നത്. പിന്നെ ആ ആവശ്യത്തിൻ്റെ ഒടുവിലാണ് പ്രൊഫസർ രജീന്ദ്ര സച്ചാർ അധ്യക്ഷനായി മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പഠിക്കാൻ ദേശീയ തലത്തിൽ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? OBC വിഭാഗത്തിനേക്കാളും കഷ്ടമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ. അതനുസരിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും തുടർ നടപടികൾ സ്വീകരിക്കണം അന്നത്തെ യൂണിയൻ ഗവൺമെൻറ്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അധ്യക്ഷനായുള്ള ഗവൺമെൻറ് തീരുമാനിക്കുന്നു. കേരളം അതിന് മുൻപന്തിയിൽ തന്നെ നടക്കുന്നു. അങ്ങനെയാണ് പാലോളി കമ്മീഷൻ വരുന്നത്. ആ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് പിന്നെ മുൻപ് തന്നെ വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്. അത് 2000-ലാണ്, മിലേനിയം വർഷത്തിലാണ്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് രജീന്ദ്ര സച്ചാറുടെ കമ്മിറ്റി വരുമ്പോഴത്തേക്ക് വിശദമായി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മുസ്ലിം സമുദായം എന്തെങ്കിലും നേടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് എന്താണ്? ഈ പറയുന്ന നേതാവിന് വല്ലതും പറയാനുണ്ടോ? സമുദായ നേതാവിന് ഒന്നും പറയുന്നില്ല. അന്ധമായിട്ട് CPM-നെ താറടിക്കാൻ വേണ്ടി പറയുകയാണ് CPM-ൻ്റെ മുസ്ലിം പ്രകടനം. അതങ്ങനെയല്ലല്ലോ സർ വേണ്ടത്. അദ്ദേഹത്തെ പോലൊരു നേതാവ് പറയുമ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം ഡാറ്റാസ് വെച്ചിട്ട്. ഇന്ന ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരൊറ്റ കാര്യം CPM-നെ വിമർശിച്ചുകൊണ്ട് പറയട്ടെ, നമുക്ക് അംഗീകരിക്കാൻ പറ്റും. തുറന്ന ഹൃദയത്തോടെ ഞാൻ തന്നെ അദ്ദേഹത്തിനെ ശ്ലാഘിച്ചുകൊണ്ട് ഏത് ചർച്ചയിലും ഞാൻ പറയാൻ തയ്യാറുമാണ്. അങ്ങനെ ഒറ്റ കാര്യമെങ്കിലും പറഞ്ഞാൽ, അത് പറയാതെ കൊട്ടത്താപ്പിന് പറയുന്ന ആരെ പ്രീണിപ്പിക്കാനാണ്? BJP-യെ. അദ്ദേഹത്തിൻ്റെ മകൻ ഏതിൻ്റെ നേതാവാണെന്നോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഭാര്യ ഏത് വിഭാഗത്തിനൊപ്പമാണ് ഈ ഇലക്ഷൻ മുഴുവൻ പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ BJP-യെ പ്രീണിപ്പിക്കാൻ അത്തരക്കാർ പറയുമ്പോൾ താങ്കളെപ്പോലുള്ള കോൺഗ്രസ് നേതാക്കളും കേരളത്തിലെ പ്രതിപക്ഷവും ഒരക്ഷരം പറയണ്ടേ? നിങ്ങൾ ആ പറയുന്നത് ശരിയാണോ മിസ്റ്റർ സമുദായ നേതാവേ എന്ന് ചോദിക്കണ്ടേ? ആരും ചോദിക്കുന്നില്ലല്ലോ. അത്ര അപകടകരമായ സാഹചര്യത്തിലൂടെ കേരള രാഷ്ട്രീയത്തിനെ കടത്തിവിടാൻ ശ്രമിക്കുന്ന പല ആൾക്കാർ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർലമെൻ്ററി രംഗമായിരുന്നു ഇത്തവണത്തെ നമ്മുടെ കേരളത്തിലെ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മേഖല. ആ അവസരങ്ങൾ അതിനെ നമ്മൾ നിഷേധിച്ചിട്ടോ തമസ്കരിച്ചിട്ടോ ഒരു കാര്യമില്ല സർ.
നമ്മൾ വസ്തുതകളായി തന്നെ കാണണം. പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മാർക്സിസത്തിനെ പറ്റി അദ്ദേഹത്തിന് വ്യാഖ്യാനം പറഞ്ഞതാണ്. പിന്നെ മൂർത്തമായ സാഹചര്യങ്ങളുടെ സമൂർത്തമായ വിശകലനമാണ് മാർക്സിസം എന്നാണ് മാർക്സിൻ ചിന്താപദ്ധതിയെ പറ്റി ലെനിൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതെത്രയും കൃത്യമായി നമുക്ക് അപ്രകൃതമായിട്ട് തോന്നുന്നു ഇതുപോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോഴാണ്, വിലയിരുത്തുമ്പോഴാണ്. എത്രയും ഭംഗിയായി എത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ പോലെ മഹാമനീഷി അവസ്ഥകളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് CPM എടുക്കുന്നത് BJPക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ്, വിമർശിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നുകൂടാ, ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു വലിയ ബാനറിൻ്റെ കീഴിലാണ് കോൺഗ്രസും CPM എല്ലാം നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് കേരളത്തിൽ അനുവർത്തിച്ച ഒരു രീതി എന്താണ്? ഉദാഹരണത്തിന് ആലപ്പുഴ എടുത്തു നോക്കൂ. AICCയുടെ ജനറൽ സെക്രട്ടറി അവിടെ വന്ന് മത്സരിക്കുകയാണ്, അവിടെ ജയിക്കുന്നു. അപ്പോൾ നഷ്ടമാകുന്നത് രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റാണ്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ കരുതലിലുള്ള ഒരു സീറ്റാണ് അവിടെ നഷ്ടമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിനെ രാജസ്ഥാനിൽ നിന്ന് വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ BJPക്ക് വേണ്ടി ഇത്തരം വിടുപണികൾ ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? അതെ, അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞല്ലോ, BSP UPയിലെടുത്ത നിലപാടാണ് കേരളത്തിൽ CPM സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ നിയാസിനത് മനസ്സിലാവണമെങ്കിൽ തൃശ്ശൂർ DCC ഓഫീസിൽ നിയാസിന് സ്വതന്ത്രമായി നിന്ന് കയറാൻ പറ്റുമോ? അടി ഏത് ഗ്രൂപ്പിൻ്റെതാ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. തർക്കം CPMനോടുള്ളതല്ല, കോൺഗ്രസ്സിൽ ആരാണ് BJPക്ക് വോട്ട് വിറ്റത് എന്നുള്ളതാണ് തർക്കം. ആരാണ് മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ കേരളത്തിൽ 18 സീറ്റ് UDF ജയിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് മുരളീധരനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടത് ആരാണ് എന്നതാണ് അടിയുടെ കാരണം. അപ്പോൾ വളരെ വ്യക്തമാണ് ആരാണ് UPയിലെ BSPയുടെ പണി കേരളത്തിൽ എടുക്കുന്നത് എന്നുള്ളതിന് അതിൽ കൂടുതൽ തെളിവ് വേണ്ട. അത് കേരളത്തിൽ ഇത് ആദ്യത്തല്ല. ഇതേ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു നേമത്ത്. കോൺഗ്രസ് ഇതുപോലെ 3ാം സ്ഥാനത്ത് പോയിക്കൊണ്ട് അവിടെ BJPയുടെ ഒരു പ്രതിനിധി ഒരു ഘട്ടത്തിൽ വിജയിപ്പിച്ചിരുന്നു. ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ സഖാവ് ശിവൻകുട്ടിയാണ്. CPMൻ്റെ പ്രതിനിധിയാണ്, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ കേരളത്തിനകത്ത് BJPയെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വിവിധ കോണുകളിൽ നിന്ന് ഇതിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ മുൻ ചരിത്രം എടുത്ത് പരിശോധിച്ചോ? കേരളത്തിൽ BJPക്ക് ഇത്രയും സ്വാധീനമില്ലാത്ത കാലത്ത് കേരളീയ സമൂഹത്തിൽ BJPക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ 2 സീറ്റുകളിൽ വടകരയിലും ബേപ്പൂരും BJPയുമായിട്ട് കോലീബി സഖ്യം രൂപീകരിച്ച് BJPയുടെ 2 സ്ഥാനാർത്ഥികളെ പിന്തുണച്ച ചരിത്രം കേരളത്തിനകത്ത് കോൺഗ്രസിനും UDFനുള്ളതാണ്. പക്ഷേ അന്ന് കേരളത്തിലെ ജനങ്ങൾ ആ 2 സീറ്റിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു, കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ന് തൃശ്ശൂരിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടമാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ കേരളത്തിൽ 19 സീറ്റുണ്ടായ കോൺഗ്രസ്സിന് ഈ തവണ 18 ഒരു സീറ്റ് BJP ജയിച്ചിട്ടാണ്. BJP വെറുതെ ജയിച്ചതല്ല. കോൺഗ്രസിൻ്റെ കുറഞ്ഞ വോട്ടുകൾ എത്രയാണ് ആ മണ്ഡലത്തിൽ പരിശോധിച്ചാൽ അറിയാം. കോൺഗ്രസ്സിനകത്ത് നിന്ന് രൂക്ഷമായ അടിയാണ്. ആ അടിക്ക് കാരണം കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള നിലപാടാണ്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളായ ആളുകളാണ് ഇന്ത്യയിലെ BJPയുടെ ജനപ്രതിനിധികളിൽ 52%. അത് നിയാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ത്യയിലെ BJPയുടെ ജനപ്രതിനിധികളുടെ 52% പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുൻ MPമാർ, കോൺഗ്രസിൻ്റെ മുൻ കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റുമാർ, ഇങ്ങനെ ഇരുന്ന ആളുകളാണ് ഇന്ന് BJPയിലെ ഇന്ത്യയിലെ 52% വരുന്ന ജനപ്രതിനിധികൾ, BJPയുടെ ജനപ്രതിനിധികൾ. അത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന അരുണാചൽ പ്രദേശ്, പ്രേമ ഗഡ്ഡു എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? നേരത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 42 പേർ കോൺഗ്രസ് MLAമാർ ജയിച്ച ഒരു സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസിൻ്റെ MLAമാരെ ഒന്നാകെ കൂട്ടി BJPയിൽ ചേർന്ന ആളാണ് ഈ BJP ഇന്നത്തെ BJP നേതാവ്. അത് നിയാസിന് അറിയില്ലേ? ഇന്ത്യയിലെ ആകെ പരിശോധിച്ചാൽ അവിടെ മാത്രമാണോ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ജയിച്ചത് എവിടെയാണ്? കോൺഗ്രസ് നേരിട്ട് BJPയോട് മത്സരിച്ച
മധ്യപ്രദേശ് കോൺഗ്രസ് ജയിച്ചോ? മറ്റ് കക്ഷികൾക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനമാണല്ലോ മധ്യപ്രദേശ്. അവിടെ BJPയോട് നേരിട്ട് മത്സരിച്ച കോൺഗ്രസ് അവിടെ ജയിച്ചോ? ഛത്തീസ്ഗഡ് കോൺഗ്രസ് നേരിട്ട് BJPയോട് മത്സരിച്ച, മറ്റ് കക്ഷികളില്ലാതെ മത്സരിച്ച സ്ഥലമാണ്. ജയിച്ചോ? അവിടെ ജയിച്ചോ? എവിടെയാണ് ജയിച്ചത്? സമാജ്വാദി പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുള്ള ഉത്തർപ്രദേശിൽ അവിടെ ഇന്ത്യ സഖ്യം രൂപം കൊണ്ടപ്പോൾ അവിടെ ജയിച്ചു. അത് ശരിയാണ്. ഗുജറാത്തിൽ BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിച്ചൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ കോൺഗ്രസിന് എന്ത് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്? മഹാരാഷ്ട്രയിൽ ജയിച്ചു. എന്തുകൊണ്ട് ജയിച്ചു? അവിടെ NCP, അതുപോലെ തന്നെ ശിവസേനയുടെ ഒരു വിഭാഗം ഇങ്ങനെ ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ മുന്നണി അവിടെ രൂപം കൊണ്ടു. അങ്ങനെ ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നതിന് ആധാരമായ രീതിയിൽ അവിടെ നടന്ന ബഹുജന പ്രക്ഷോഭങ്ങളിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ഏറ്റവും മഹത്തായ കർഷക മാർച്ചാണ്. ലോകം ശ്രദ്ധിച്ച കർഷക മാർച്ചാണ്. അതുപോലൊരു സമരം ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, ഡൽഹിയിൽ നടന്നിട്ടുള്ള കർഷക സമരം നമുക്കറിയാലോ. 10,000-കണക്കിന് ട്രാക്ടറുകളുമായി കൃഷിക്കാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് നടത്തിയ സമരസമയത്ത് ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അദ്ദേഹം അന്ന് വയനാട്ടിൽ തൃക്കേപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുട്ടിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഒരു ട്രാക്ടർ ഓടിച്ച് വരികയാണ് ചെയ്തത്. അതായത് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭം അലയടിക്കുന്ന കാലഘട്ടത്തിൽ ആ സമരത്തിൻ്റെ ഏതെങ്കിലും ഒരു വേദിയിൽ കോൺഗ്രസിൻ്റെ ഈ നേതാവ് ചെന്നിരുന്നില്ല. അത് അവിടുത്തെ സമര ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപമായിരുന്നു. അവിടെ പോയിരുന്നില്ല. എന്നിട്ട് യാതൊരു തരത്തിലും ആ സമരവുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു പ്രദേശത്ത് വന്ന് ഒരു ട്രാക്ടർ അലങ്കരിച്ച് അതിൽ കയറിയിരുന്ന് അത് വീഡിയോയിലെടുത്ത് അത് പ്രചരിപ്പിച്ച് ഇവിടെ നടക്കുന്ന രീതിയാണ് അന്ന് സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വന്ന കർഷക സമരത്തിൽ നിങ്ങൾ പരിശോധിച്ചോ, ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ചുവന്ന പതാകയില്ലാത്ത ഒരു കർഷക സമരവും ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടില്ല. ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമരത്തിന് രൂപം നൽകുന്നതിൽ ഇന്ത്യൻ ഇടതുപക്ഷം വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമരങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യൻ ഇടതുപക്ഷം വഹിച്ച പങ്ക് പ്രധാനം. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ രാജസ്ഥാനിലെ കാര്യം. രാജസ്ഥാനിൽ നിങ്ങൾ ഇടതുപക്ഷത്തെ കൂട്ടാതെ, ഇന്ത്യ സഖ്യത്തിൽ ഇന്നുള്ള മറ്റു പാർട്ടികളെ കൂട്ടാതെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ അധികാരത്തിലിരുന്ന രാജസ്ഥാനിൽ മത്സരിച്ചല്ലോ. ആ മത്സരിച്ചിട്ട് നിങ്ങളെന്തേ അധികാരം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ നിങ്ങൾ ഭരിച്ച സംസ്ഥാനത്ത് നിങ്ങൾ ഒരു കക്ഷിയെയും വിശ്വാസത്തിലെടുക്കാതെ നിങ്ങളുടെ കരുത്തിൽ മാത്രം വിജയിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ മത്സരിച്ച രാജസ്ഥാനിൽ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടല്ലോ? എന്നാൽ ഈ തവണ നിങ്ങൾ അവിടെ ഇടതുപക്ഷത്തെ അടക്കം നിങ്ങളുടെ കൂടെ കൂട്ടി മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നേട്ടമുണ്ടായില്ലേ? അത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണെങ്കിൽ നിങ്ങൾ അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കഴിവ് എന്തേ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയാതിരുന്നത്? ഇത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റ് പല സംസ്ഥാനം. നിങ്ങൾ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയെന്ന് വരും. തമിഴ്നാട്ടിൽ കോൺഗ്രസ് എവിടെയുള്ളത്? അവിടെ DMKയുടെ നേതാവ് സ്റ്റാലിൻ കാണിച്ച ഏറ്റവും ഉന്നതമായ മര്യാദയുടെ ഭാഗമായി നിങ്ങൾക്ക് 9 സീറ്റിൽ മത്സരിക്കാൻ പറ്റി. നിങ്ങൾ ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ശേഷിയുള്ള പാർട്ടിയായിരുന്നു തമിഴ്നാട്ടിൽ കോൺഗ്രസ്. അത് ഈ രാജ്യത്തിലെ ജനങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട്. കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ശേഷി അടുത്ത കാലത്തൊന്നും തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ കാണിച്ച രാഷ്ട്രീയ മര്യാദയുടെ ഏറ്റവും ഉയർന്ന രൂപം എന്ന നിലക്ക് നിങ്ങൾക്ക് 9 സീറ്റ് തന്നത്. അങ്ങനെ അവിടെ നിങ്ങൾ ജയിച്ച്. അല്ല, നിങ്ങളെ കൂടെ ഇടതുപക്ഷം ചേരുന്നതല്ല. ഇടതുപക്ഷം നേരത്തെയും അവിടെ ഈ DMKയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ അധികാരത്തിൽ വരുമ്പോഴും അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. CPM ഉൾപ്പെടെ അവരോടൊപ്പം പ്രവർത്തിച്ച പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളവിടെ ആ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത്. ഞങ്ങൾ ഒറ്റയ്ക്കുള്ള നിങ്ങളെപ്പോലെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ശേഷി കൊണ്ടാണ് ബാക്കി എല്ലാവരും ജയിച്ചത് എന്ന ന്യായത്തിലല്ല എത്തേണ്ടത്. നിങ്ങളുടെ കൂടെ മറ്റ് കക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിച്ചപ്പോഴാണ് നിങ്ങൾക്കും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. അവിടെയാണ് നിങ്ങൾ എത്തേണ്ടത്. ഇപ്പൊ യുപിയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിലേക്ക് വരാം. ഈ 2019 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ ഈ സീറ്റ് ഇരട്ടിയായത്
ആ ഒരു മാജിക് നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. 2019 ആരുമായും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് പോയി മത്സരിച്ചു, 55 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. പക്ഷേ തമിഴ്നാട് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 9 സീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് DMK-യുടെ കനിവോടുകൂടിയാണ്. അതുപോലെ തെലങ്കാനയിൽ CPI-യുമായി ചേർന്ന് നിങ്ങൾ മത്സരിച്ചില്ലേ? അപ്പോൾ അവിടുത്തെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക കക്ഷികളുമായി ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് അത്തരത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഒരു മാന്യമായ സീറ്റ് നിലയിലേക്ക് നിങ്ങൾ ഇത്തവണ എത്തിയത്. അല്ലാതെ ഇത് കോൺഗ്രസിൻ്റെ മാത്രം മിടുക്കുകൊണ്ടാണ് എന്നെങ്ങനെ പറയാൻ കഴിയും? അതാണ് ശ്രീ ഗഗാറിൻ ചൂണ്ടിക്കാട്ടിയത്. നോക്കൂ നീലിമ, ഇവിടെ നിങ്ങളും ഗഗാറിനും ജയേന്ദ്രനും പറഞ്ഞത് മുഴുവൻ മറുപടി പറയേണ്ടത് ഞാൻ ഒരാളാണ്. 1:3 ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആവശ്യത്തിന് സമയം എടുത്തോളൂ. താങ്കൾ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും. ഇവിടെ ഗഗാറിൻ പറഞ്ഞു വെച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ചേതാവികാരം, അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം മനസ്സിലാക്കിയത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് തകരുന്നു എന്നാണോ അദ്ദേഹം പറയുന്നത്? അതല്ല, ഇന്ത്യ ഇടതില്ലാതെ ഇന്ത്യ ഇല്ല എന്നാണോ അദ്ദേഹം പറഞ്ഞത്? എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ട, രാജസ്ഥാനിലെ അങ്ങയുടെ പാർട്ടി മത്സരിച്ച് ജയിച്ച സ്ഥലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 25,000 വോട്ടായിരുന്നു അങ്ങയുടെ പാർട്ടിക്ക് ചിഹ്നത്തിൽ കിട്ടിയത്. ഇപ്പോൾ അത് 4 ലക്ഷമായത് അങ്ങയുടെ മാത്രം കഴിവാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. അത് മുന്നണിയുടെ, ഞങ്ങളുടെ കോൺഗ്രസ് മുന്നണിയിൽ അങ്ങയുടെ പാർട്ടി ചേർന്നത് കൊണ്ടും ആ പാർട്ടിയുടെ ബാക്കി എല്ലാ പാർട്ടിയുടെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അല്ല നിങ്ങൾ സമ്മതിക്കുന്നു. അങ്ങ് അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ പറയാതിരുന്നത് അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ടല്ല. ജനാധിപത്യ മര്യാദ അനുസരിച്ച് അങ്ങ് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയും ഞാൻ പറയുമ്പോൾ അങ്ങ് മിണ്ടാതിരിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ അങ്ങ് രാജസ്ഥാനിലെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിലും പറഞ്ഞു. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് കിട്ടിയ 9 സീറ്റ് കോൺഗ്രസിൻ്റെ കഴിവുകേട് കൊണ്ടല്ല, അവിടുത്തെ ഘടകകക്ഷി നേതൃത്വം കൊടുക്കുന്ന DMK-യുടെ പിന്തുണയാണ് എന്ന് പറയുന്ന താങ്കളും കൈരളിയും ഒക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എങ്കിൽ അങ്ങനെയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ വിജയമല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രാജസ്ഥാനിൽ കിട്ടിയ വിജയവും നിങ്ങളുടെ മാത്രം വിജയമല്ല എന്ന് അംഗീകരിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. രണ്ടാമത്തത്, അങ്ങ് പറഞ്ഞത് തൃശ്ശൂരിലെ സ്ഥിതി. ഞാൻ തൃശ്ശൂരിലേക്കൊന്നും പോകേണ്ട ഗഗാറിനെ, കോഴിക്കോട്ടേക്ക് വരൂ. ഞാൻ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷം വോട്ടിന് മേലെയാണ് അങ്ങയുടെ മുന്നണിക്കും അങ്ങയുടെ പാർട്ടിക്കും ഭൂരിപക്ഷമുള്ള ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലം. അതേപോലെ തന്നെ നമ്മൾ വടകരയിൽ എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷത്തോളമാണ് അങ്ങയുടെ പാർട്ടിക്കും അങ്ങയ്ക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എന്തേ കോഴിക്കോടും വടകരയിലും അങ്ങയുടെ പാർട്ടിക്ക് ഇത്ര ദയനീയമായ അവസ്ഥയുണ്ടായി? കഴിഞ്ഞ 2019 പോകട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2021 അസംബ്ലി ഞാൻ കണക്കിലെടുക്കുന്നില്ല. 2019 വോട്ട് പോലും അങ്ങയുടെ പാർട്ടിക്ക് കിട്ടിയില്ലല്ലോ. എന്തേ കാരണം? കോഴിക്കോട് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിൽ അടിയാണ്, തൃശ്ശൂർ DC കയറാൻ പറ്റില്ല എന്ന്. കോഴിക്കോട്ടെ സ്ഥിതി അറിയോ? ഓട്ടോറിക്ഷ തൊഴിലാളിയായ CUT-കാരന് പോലും പണിയെടുക്കാൻ പറ്റുന്നില്ല. CUT ഓഫീസിലെ തർക്കമാണ്. വോട്ട് എവിടെ പോയി? ഞങ്ങളുടെ പാർട്ടിക്കാരൻ്റെ, ഓട്ടോറിക്ഷക്കാരൻ്റെ വോട്ട് എവിടെ പോയി? ഡ്രൈവർമാരുടെ വോട്ട് എവിടെ പോയി? ചുമട്ടുകാരൻ്റെ വോട്ട് എവിടെ പോയി? CPM-മാരുടെ വോട്ട് എവിടെ പോയി? ചർച്ചയാണ്. നീലമക്ക് വേണമെങ്കിൽ ഒന്ന് കോഴിക്കോട് ഒന്ന് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടൊന്ന് അന്വേഷിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വോട്ട് പോയി. അല്ല, നമുക്ക് തൃശ്ശൂർ വഴി നമുക്ക് കോഴിക്കോടേക്ക് എത്താം. ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായും താങ്കൾ പറയുന്ന കോഴിക്കോടിനെ കുറിച്ച് മറുപടി പറയാൻ ഇവിടെ ആളുണ്ടല്ലോ. ഞാനൊന്ന് പറയാം. 2 കാലിന് മന്തുള്ളവൻ 1 കാലിന് മന്തുള്ളവനെ നോക്കി കളിയാക്കുന്ന ഒരു കഥ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ 19 സീറ്റിലും തോറ്റ നിങ്ങൾ 18 സീറ്റിൽ ജയിച്ച UDF-നെ കളിയാക്കുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ, മാനസികമായ നിങ്ങളുടെ ഒരു ധൈര്യമുണ്ടല്ലോ. എന്ത് നഷ്ടപ്പെട്ടാലും അത് ആ നഷ്ടമല്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതിന് ഞാൻ നിങ്ങൾക്ക് സമസ്തമായും നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കേരളത്തിലെ 19 സീറ്റുകളിലും നിങ്ങൾ ചിന്തിക്കണം എവിടെ പോയി നിങ്ങളുടെ വോട്ട്. നിങ്ങൾ തൃശ്ശൂരിൽ പറഞ്ഞല്ലോ, തൃശ്ശൂരിലെ നിങ്ങളുടെ വോട്ടുകൾ, നിങ്ങളുടെ വോട്ട് കേന്ദ്രങ്ങളിൽ, CPM-ന്റെ വോട്ട് കേന്ദ്രങ്ങളിലെ വോട്ട് അതെന്തുകൊണ്ട് കുറഞ്ഞു? പഠിക്കണം. ആ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ ഭരണവിരുദ്ധ വികാരവും CPM-ന് ജനങ്ങൾക്കുള്ള അംഗീകാരത്തിന് ഞങ്ങളുടെ വിജയം മാത്രമായി എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്.
തൃശ്ശൂരിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ LDFിൻ്റെ വോട്ട് ബാങ്കിൽ യാതൊരുവിധ ചോർച്ചയും ഉണ്ടായിട്ടില്ല. അവിടെ കൂടുതൽ 16,000 വോട്ടുകൾ കൂടി വരികയാണ് ചെയ്തത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. പക്ഷേ കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതാണ് പ്രശ്നം. അതിലാണ് അവിടെ ചർച്ച നടക്കുന്നത്. അതിലാണ് അവിടെ നിരന്തരം മറ്റേ യുദ്ധങ്ങളും DCCയിൽ അടി നടക്കുന്നത്. അല്ല, ഞാൻ ആയിക്കോട്ടെ, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളെ ജനാധിപത്യപരമായി അടി നടക്കും. നിങ്ങൾ 51 വെട്ടിൻ്റെ ആൾക്കാരാണ്. നിങ്ങളെ വെട്ട് തല കഷ്ണം പോകുമ്പോഴേ, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ജീവൻ പോകുമ്പോഴേ അറിയുകയുള്ളൂ. അങ്ങനെയുള്ള പോരാട്ടത്തിലേക്ക് നിങ്ങളുടെ പാർട്ടി ഉൾപ്പാട്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിലെ നാട്ടിക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള വോട്ട് ചോർച്ച അങ്ങ് കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെയുള്ള മണലൂർ എന്തുകൊണ്ട് അവിടെ വോട്ട് ചോർന്നു? CPMൻ്റെ വോട്ടുകൾ പോലും കാണാനില്ല. കേരളത്തിലെ ഒരു സ്ഥലത്തും CPMൻ്റെ വോട്ട് കാണാനില്ല. ഞാൻ അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ജയചന്ദ്രനും അതുപോലെ ഗഗാറിനും പറയാൻ ശ്രമിച്ചത്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തവണ കിട്ടിയ വോട്ട്, അല്ലെങ്കിൽ ഇത്തവണ UDFനല്ല നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് ഞങ്ങളുടെ കരുത്തുകൊണ്ടാണ്. ഞാൻ അംഗീകരിക്കുന്നു, ജയചന്ദ്രൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ നിങ്ങളുടെ ഇന്ത്യ ഇല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. ആ മുഖ്യമന്ത്രി നിങ്ങൾ നേരത്തെ പറഞ്ഞ രാജസ്ഥാനിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോവണ്ട. എന്നാൽ നമ്മുടെ തമിഴ്നാട്ടിലേക്കൊന്നും പോകാതിരുന്നില്ലേ? പോയില്ല. പോട്ടെ, നിങ്ങളുടെ പാർട്ടിയുടെ ഭരണം 40 വർഷത്തിലേറെ ഉണ്ടായിരുന്ന നമ്മുടെ ബംഗാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നില്ലേ? ബംഗാളിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ, പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് അവിടെ ഇന്ത്യ ഇടതില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ ഒരേ ഒരു മുഖ്യമന്ത്രി, ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള മുഖ്യമന്ത്രി പോയി നോക്കിയില്ലല്ലോ. കുടുംബസമേതം അങ്ങ് വിദേശ രാജ്യങ്ങളിൽ കറങ്ങി അടിക്കുകയായിരുന്നു. എന്താ കാരണം? ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് പോലും അവിടേക്ക് പോകാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ത് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അത് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഒരു നാക്ക് കൊണ്ട്, കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ശരീരഭാഷ കൊണ്ടോ BJPയെ എതിർക്കാൻ ഞാനില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ BJPക്കാരുടെ ഒറ്റ കാരുണ്യം കൊണ്ട്, നരേന്ദ്രമോദിയുടെ കാരുണ്യം കൊണ്ട് ഞാൻ നിൽക്കുന്ന എൻ്റെ മകളെയും അതേപോലെ ലാവ്ലിൻ കേസിലും എൻ്റെ മകളുടെ കേസിലും വിദേശത്തേക്കേ പോയുള്ളൂ. ഞാൻ പറയാം. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു. അങ്ങയിലേക്ക് വരാം. ഈ പ്രിയങ്കയുടേത് കന്നി അംഗമാണല്ലോ. കന്നി അംഗം കുറിക്കാനായി പ്രിയങ്ക തെരഞ്ഞെടുത്തത് വയനാടാണ്. യഥാർത്ഥത്തിൽ ഈ BJPക്കെതിരെയാണല്ലോ ഇവരെല്ലാം നിലകൊള്ളേണ്ടത്. അങ്ങനെയെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് ഈ കന്നി അംഗം കുറിക്കുന്നതായിരുന്നില്ലേ കുറച്ചുകൂടി ഭേദം? ഞാൻ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഇവർ BJPക്കെതിരെ മത്സരിക്കും, BJPയെ പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഇവർ പ്രധാനമായും നടത്തുന്നതെന്ന് പറയും. പക്ഷെ ഇവർക്ക് സ്വന്തമായി കരുത്തുള്ള ഒരു സ്ഥലത്തും BJPയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അതല്ലേ കോൺഗ്രസിൻ്റെ ഒരവസ്ഥ. ഇവർക്ക് സ്വന്തമായി കരുത്തുള്ള എവിടെയാണ് BJPയെ പരാജയപ്പെടുത്തിയത്? മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി പിന്തുണയില്ലാത്ത സ്ഥലത്തല്ല BJPയുടെ ഒരു സ്ഥലം. കർണാടക നിങ്ങൾ കണ്ടില്ലേ? എവിടെ? നിങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ തോൽപ്പിച്ചത് BJPയാണ്. അല്ലല്ല, നിങ്ങളുടെ സീറ്റ് ഇന്ത്യയിൽ വർദ്ധിച്ചത്, അല്ല, നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ സീറ്റ് ഇത്തവണ വർദ്ധിച്ച സ്ഥലങ്ങളെടുത്തോ? നിങ്ങൾ എവിടെയാണ് നിങ്ങൾ UPയിലെ ജയിച്ച 4 സ്ഥലങ്ങളിലും നിങ്ങൾ ജയിച്ച 4 സ്ഥലങ്ങളിലും അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ തവണ സീറ്റ് വർദ്ധിപ്പിച്ച സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചോ? നിങ്ങളുടെ കരുത്തുകൊണ്ട് വർദ്ധിപ്പിച്ചത് ഒരു സ്ഥലം പറഞ്ഞോണ്ടാ? BJPയോടല്ല, ഏതെങ്കിലും സ്ഥലം കൊണ്ടോ? UP നിങ്ങളുടെ കരുത്താണോ? കേരളത്തിൽ അവരുടെ കരുത്തുകൊണ്ട് മാത്രമല്ലല്ലോ. ശ്രീ ഗഗാറിൻ ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ UDFലെ ഘടകകക്ഷികളുടെ കരുത്തുണ്ട്. അതോടൊപ്പം കേരളത്തിൽ ഈ തവണ അവരോടൊപ്പം SDPI പോലുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, എല്ലാ ജാതി സമവാക്യങ്ങളും UDF മുതലാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിച്ചത്. അതല്ലാതെ രാഷ്ട്രീയമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമല്ല ജയിക്കുന്നത്. അതുപോലെ തന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് കേരളത്തിലൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. ആ വോട്ടിംഗ് പാറ്റേണിൽ സാധാരണഗതിയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇടതുപക്ഷത്തിന് കുറവാണെന്ന് കണ്ട് കുറച്ച് വോട്ട് മാറ്റി ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട്.
അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏത് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നോക്കുക, 2004 ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് തെരഞ്ഞെടുപ്പിലും ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ആനുകൂല്യവും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇവർ വർഗീയതക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നവരല്ലേ. SDP-ക്കെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? വേണ്ടിയിട്ടില്ല. അവർ ജമാഅത്തെ ഇസ്ലാമി, അതായത് RSS ഉയർന്ന പോലെ തന്നെ ഈ രാജ്യത്ത് മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന പ്രസ്ഥാനമാണ്. അവരാരുടെ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? ഇത്തരത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം അവർ നടത്തിയത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്പോൾ വയനാട് എടുത്തോ, രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലമല്ലേ, രാഹുൽ ഗാന്ധിയുടെ വോട്ടല്ലേ 67,000 കുറഞ്ഞത്? ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരെണ്ണം കുറഞ്ഞോ? വയനാട് ജില്ലക്കകത്ത് മാത്രം രാഹുൽ ഗാന്ധിക്ക് 56,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. വയനാട് ജില്ലക്കകത്ത് മാത്രം 56,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും നിലനിൽക്കുമ്പോഴും ശ്രീ ഗഗാറിൻ, അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ 7.5% വോട്ടായിരുന്നു BJPക്ക് NDAക്ക് കിട്ടിയത്. പക്ഷേ K സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ആ പെർസെൻറ്റേജ് എവിടെയായി? 13% വോട്ട് സമാഹരിക്കാനായി വയനാട് മണ്ഡലത്തിൽ. അത് കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത്. ആ വോട്ട് കോൺഗ്രസിന്റെ അല്ലേ പോയത്? കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത്. ഞങ്ങളെ വോട്ട് കുറഞ്ഞിട്ടില്ല, ഞങ്ങളെ വോട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായി പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഈ വോട്ട് എങ്ങോട്ടാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്, വോട്ട് ആരത് കുറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും കോൺഗ്രസിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും വയനാട് ജില്ലക്കകത്ത് 56,000 വോട്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്നിട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞ വോട്ടിൻ്റെ ഷെയറാണ് BJPയിലേക്ക് പോയത്, സുരേന്ദ്രനിലേക്ക് പോയത്. വളരെ കൃത്യമായിട്ട് കാണാം. അതെ. അപ്പോൾ അത് നമ്മൾ വയനാട് മണ്ഡലത്തിലെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമല്ല ഈ തവണയും ജയിച്ചത്? അവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. 5 വർഷം പ്രവർത്തിച്ചു, MP ആയി. ഒരു കാര്യവും ആ മണ്ഡലം എന്ന നിലക്ക് രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ ഗാന്ധിജിയായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും ഗാന്ധി എന്ന പേരിനോടൊപ്പം ഉള്ളതുകൊണ്ട് ആ പേരുപയോഗിച്ച് ഇവിടെ വന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിച്ച് വോട്ട് വാങ്ങുക എന്ന് പറയുന്ന ഒരു രീതി സ്വീകരിക്കുകയാണ്. അല്ലാതെ കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടോ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായിരുന്ന രാഹുലിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടോ മാത്രം അല്ലാതെ അത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു രീതി ഉള്ളത് കൊണ്ട് മാത്രമല്ല. ആ മണ്ഡലം എന്ന് പറയുന്നത് പൊതുവേ UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനൊക്കെ വലിയ സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ട് അവിടെ വന്നു നിന്നാൽ ജയിക്കും എന്ന നിലയിൽ വന്നു ചെയ്യുന്നു. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുള്ള സമീപനം കഴിഞ്ഞ 5 വർഷക്കാലം അവർ സ്വീകരിച്ചിട്ടില്ല. ഇനിയും അത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധതയല്ല പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് ചുരം കയറുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചോദ്യം കൂടി ബാക്കിയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ കുടുംബ താല്പര്യമാണോ അതോ വിശാലമായ രാജ്യ താല്പര്യമാണോ എന്നത്, ദേശീയ രാഷ്ട്രീയ താല്പര്യമാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ M ജയചന്ദ്രൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആവേശമാണ് ആ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നത്. അമേഠി റായ്ബറേലി നിലനിർത്തി വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അമേഠി തിരിച്ചുപിടിച്ചു, പഴയകാല പ്രതാപത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ നോക്കൂ, ആ കുടുംബത്തിൽ നിന്ന് എത്ര പേരാണ് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്താൻ പോകുന്നത്? സോണിയാഗാന്ധി രാജ്യസഭ അംഗമായി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കും. വോട്ടർമാരുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ ഉള്ളത്. ഒപ്പം ഇന്ന് റോബർട്ട് വാദ്ര പറഞ്ഞതുകൂടി കേൾക്കുക, ഞാനും ഉചിതമായ സമയത്തേക്ക് പാർലമെൻറ്റിലേക്ക് എത്തും. അപ്പോൾ ഈ കുടുംബവാഴ്ച എന്ന് BJP നിരന്തരം അപഹസിക്കുകയാണ് ഈ ഗാന്ധി കുടുംബത്തെ. അത് ഏതാണ്ട് ശരിവെക്കപ്പെടുകയില്ലേ അവിടെ? അല്ല, അതെപ്പോഴും എന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നീലിമ. ആ നെഹ്റു ഗാന്ധി ആ ഒരു ലെഗസിയാണല്ലോ കോൺഗ്രസിനെന്നും ഊർജം പകരാനായി അവർ കാത്തുവച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഉള്ളത്. അത് ആദ്യത്തെ ഗവൺമെൻറ് മുതൽ അവരത് ഫലപ്രദമായി ഉപയോഗിച്ച് പോരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലെഗസി ഇപ്പോൾ
അതൊരു ട്രേഡ് മാർക്കായിട്ട്, ലെഗസി എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ മാനവും അർത്ഥവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് ട്രേഡ് മാർക്കാക്കുമ്പോഴോ രാഹുൽ ഗാന്ധി എന്ന ഒരു ബിംബത്തിനെ അവരുടെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഉറപ്പിച്ചു നിർത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അതിൻ്റെ നേട്ടം കേരളം മുഴുവനും UDF കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ ഇത്തവണയും അത് കൊണ്ടുവരാൻ അവർ യത്നിച്ചു, ശ്രമിച്ചു, നടപ്പാക്കി, നേടി. അപ്പോൾ പിന്നെ അതൊരു ട്രേഡ് മാർക്കായിട്ട് നിലനിർത്തിയാലാണ് പിന്നെ അടുത്ത ഘട്ടത്തിലും, അതായത് ഇനിയിപ്പോൾ ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞാലും, വയനാട്ടിലെ ബൈ ഇലക്ഷൻ കഴിഞ്ഞാലും പിന്നെയും വരുന്നുണ്ടല്ലോ, അടുത്ത വർഷം തദ്ദേശം, അതിൻ്റെ അടുത്ത വർഷം നിയമസഭ, ഇത് വരാനിരിക്കുകയാണ്. അപ്പോഴും ഒരു ട്രേഡ് മാർക്കായിട്ട് ഈ ലെഗസിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. മറ്റൊരു രൂപത്തിൽ കൂടെ കാണണം. ഇപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ് എത്രയൊക്കെയാണ് നേടിയത്, നഷ്ടപ്പെട്ടതൊക്കെ ശ്രീ ഗഗാറിൻ ഇപ്പോൾ ഇവിടെ വിവരിച്ചു. സാധാരണഗതിയിൽ UDF ഒരു മണ്ഡലമാണ് പിന്നെ MI ഷാനവാസാണല്ലോ ആദ്യം ജയിക്കുന്നത്. അതുമുതൽ ഇതുവരെയുമുള്ള ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് UDF ആരെ നിർത്തിയാലും സാമാന്യേന ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ MI ഷാനവാസിനും കാലിടറിയ ഒരു സാഹചര്യം കാലിടറുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. വെറും 20,000 വോട്ടിനൊക്കെ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് അതിന്റെ ഒരു ലെഗസി കുറച്ചുകൂടി പ്രകടമായത്. ഞാൻ പറഞ്ഞ അതല്ല, കോൺഗ്രസിന് മുമ്പിൽ എന്തിനാണ് അവരിങ്ങനെ ഒരു രൂപത്തിൽ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കേരളത്തിൽ വരുന്ന വലിയ അപകടമെന്ന് പറയുന്നത് കോൺഗ്രസ് എങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഈ പിന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ, രാഷ്ട്രീയ മേഖലയെ കോൺഗ്രസ് നയിക്കുന്നത് എങ്ങോട്ടാണ് ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ബ്രാൻഡിങ്ങിലേക്ക്, ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആണല്ലോ, ലെഗസി എന്നുള്ളത് വിട്ടിട്ട് ബ്രാൻഡിങ്ങിലേക്ക് മാറുകയാണ് ആ പാർട്ടി ചെയ്യുന്നത്. അങ്ങനെ ബ്രാൻഡിങ്ങിലേക്ക് മാറുമ്പോൾ മറുഭാഗത്ത് അവർ കേരളത്തിൽ പിന്നെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും സ്വാഗതം ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രതിരോധകരം എന്ന് ഉത്തരേന്ത്യൻ വോട്ടർമാരാകെ വിധിയെഴുതിയ, അതിനവരെ പ്രേരിപ്പിച്ച അവരുടെ ജീവിതാനുഭവങ്ങളാണ്. ആ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ടല്ലോ, BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ, ആ വ്യവസ്ഥയാണ് അവർ രണ്ട് കൈ കൊണ്ടും പുറന്തള്ളി കോൺഗ്രസിന് ഇത്രയും ഭൂരിപക്ഷത്തിലേക്കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ തൃശ്ശൂർ അടക്കമുള്ള മേഖലകൾ നിലനിർത്തിക്കൊണ്ട് അതേസമയം കെ സുരേന്ദ്രന് വയനാട്ടിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് എന്താണ്? ഈ അനീതിയെ വീണ്ടും അവർ താലോലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിങ്ങിനെ അവർ കൂടുതൽ ആവേശത്തോടെ പുൽകുക എന്നുള്ളതാണ് ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു ഗതികേട് അതിൻ്റെ അകത്ത് വരുന്നത്. അത് കോൺഗ്രസ്സുകാർ എത്രത്തോളം തിരിച്ചറിയുന്നുള്ള അവരുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു മതേതര സമൂഹമായി, ഒരു ദ്വീപല്ലല്ലോ അത്, ഒരു മതേതര സമൂഹമായി എന്നും നിലനിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരിടമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അവിടെയാണ് ഈ ഒരു തിന്മ, ഞാൻ ആദ്യം പറഞ്ഞ ആ രാഷ്ട്രീയ തിന്മ വേരുറപ്പിക്കാനായിട്ടുള്ള അവസരം ഇവർ കൊടുക്കുന്നത്. എത്രയാണ് നോക്കൂ, BJPയുടെ വോട്ട് വിഹിതം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 20% കണ്ട് വളരെയല്ലേ പൊതുവിൽ നോക്കിയാൽ. തൃശ്ശൂരൊക്കെ മാറ്റമുണ്ട്, തിരുവനന്തപുരത്ത് മാറ്റമുണ്ട്, ഈവൻ വയനാട്ടിൽ പോലും 7.68 നിന്ന് എത്ര ശതമാനത്തിലേക്കാണ് വളർന്നത്. ആ വളർച്ചയിൽ ആരാണ് പങ്കുവഹിക്കുന്നത്? സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അതിന്റെ മറുപടി പറയേണ്ടതുണ്ട്, തിരുത്തലും ആവശ്യമുണ്ട്, അത് അംഗീകരിക്കുന്നു. ശ്രീ നിയാസ്, ഈ 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ആദ്യം പറഞ്ഞത് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിൽക്കണമായിരുന്നുവെങ്കിൽ അമേഠി തന്നെ കൈവയ്ക്കാമായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഒരു വളരെ കൃത്യമായി ജയേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡിങ് ഇവിടെ വളരെ കൃത്യമായി നടക്കുകയാണ്. വയനാട് കൈപൊള്ളാതെ കിട്ടാൻ പോകുന്നൊരു സീറ്റാണ്, പരാജയ ഭീതി ഒട്ടും തന്നെയില്ല. അതായത് അമേഠിയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അമേഠിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറായില്ല. അപ്പോൾ വളരെ സേഫ് സോണിലെ ഒരു കളിയാണ് യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ഈ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? നോക്കൂ, ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിലെ 2 സ്ഥലത്തേക്ക് മത്സരിച്ച രാഹുൽ ഗാന്ധി ഒഴിയുന്നു. പാർട്ടി തീരുമാനിക്കുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കട്ടെ എന്ന്.
അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമുള്ള ആളുകൾ വരണമെന്ന് വയനാട്ടിൽ അതല്ല ശ്രീ നിയാസ്, 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്കേ ഇല്ല, സജീവ രാഷ്ട്രീയത്തിലേക്കേ ഇല്ല എന്ന് നിലപാടെടുത്ത പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വളരെ സേഫായി വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്തല്ലേ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്? അതാണ് ചോദിക്കുന്നത്. ഇതൊന്നും പ്രിയങ്ക ഗാന്ധിയുടെ വ്യക്തിപരമായ തീരുമാനമല്ല. പാർട്ടി അവരെ നിശ്ചയിച്ചു, അവർ അംഗീകരിക്കുന്നു. പാർട്ടി അവരോട് നേരത്തെ മത്സരിക്കാനല്ല, ഞാൻ പ്രചരണത്തിലാണെന്ന് അവർ പറഞ്ഞു. ഇത്തവണ അങ്ങനെ പോരാ, ഇത് ഉപതെരഞ്ഞെടുപ്പാണ്, പ്രചരിപ്പിക്കുന്ന കാര്യമില്ല, നിങ്ങൾ മത്സരിക്കണമെന്ന് പറഞ്ഞു. മത്സരിച്ചു. പിന്നെ ഗഗാറിനിലൂടെ പറഞ്ഞത് 2019 വോട്ട് കിട്ടിയില്ല. ഗഗാറിന് ഒരു സംശയം വേണ്ട, 2019 പലിശ സഹിതം ഞങ്ങൾ നേടും. അങ്ങയുടെ പാർട്ടി പപ്പടം പൊടിയും പോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണാം. അങ്ങയുടെ വാതിലുകളൊക്കെ കൊട്ടി അടച്ചു. ഇല്ലെങ്കിൽ ആ വാതിൽ അവസാനത്തെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ അല്ല ഒരു മിനിറ്റ് CPM-നെ കുറിച്ച് പറഞ്ഞു. അവിടെ ഒരു മിനിറ്റ് പ്രിയങ്കയുടെ ഭർത്താവ് CPM-നെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഒരു മിനിറ്റ് BJP-യെ ബോണ്ട് വഴി സഹായിച്ച ആളാണ് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര. നാട്ടിലാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. 750 കോടി. അതെ, അങ്ങനെ കൊടുത്ത് ബോണ്ട് വഴി BJP-ക്ക് ഫണ്ട് കൊടുത്ത റോബർട്ട് വധേര എന്ന് പറയുന്നത് പ്രിയങ്കയുടെ ഭർത്താവാണ്. അതാണ് BJP മുഖ്യ എതിരാളിയായി വരുന്ന ഒരു സ്ഥലത്തും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വഴി മത്സരിക്കാൻ വേണ്ടി പ്രിയങ്ക വരുന്നതിന്റെ കാരണം ഇവിടെ ഇടതുപക്ഷത്തെ എതിർക്കാനാണ്, BJP എതിർക്കാനല്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടില്ല. ഇത് വാർത്ത മുഴുവൻ പുറത്തുവന്നില്ല, യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കണക്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊടുത്ത കേസിൽ സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുള്ള കണക്കിൽ ആരെല്ലാം ബോണ്ട് കൊടുത്തു എന്നുള്ളതിന്റെ സംബന്ധിച്ച് ഓരോ പാർട്ടിക്ക് കൊടുത്ത ബോണ്ട് സംബന്ധിച്ച കണക്കില് റോബർട്ട് വധേരയുടെ പേരുണ്ട്. അത് BJP-ക്കാണ് കൊടുത്തത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ യാതൊരു കള്ളത്തരവുമില്ല. നിങ്ങളിങ്ങനെ നേർച്ച വർത്തമാനം പറയുന്നത് പോലെ എപ്പോഴും കോൺഗ്രസ് പിണറായി വിജയന്റെ മകള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്നുമില്ല. BJP അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യ രാജ്യം 5 കൊല്ലം BJP ഭരിച്ചിട്ട് പിണറായി വിജയനെതിരെ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം ഇന്ന് വരെ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ അല്ല, കോൺഗ്രസ് ഇന്ന് വരെ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം പിണറായി വിജയനെതിരായിട്ടോ പിണറായി വിജയന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായിട്ടോ CPM-ന്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ പറഞ്ഞ ഒരാരോപണം തെളിയിക്കാൻ BJP-ക്കോ കോൺഗ്രസിനോ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇഡിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടില്ലേ? ഇത് കോടതിയിൽ ഒരു കേസ് സ്വാഭാവികമാണ്, നോട്ടീസ് വരും. അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും എല്ലാം നൽകിക്കൊള്ളും. അല്ല, ഇന്ന് കോടതിയിൽ കേസ് അവസാനിപ്പിക്കാം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് ചുരം കയറുന്നത് സതുദ്ദേശത്തോടുകൂടിയാണ്. ഉറപ്പിച്ചു പറയാൻ കഴിയും. ശ്രീ ഗഗാറിൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നത് രാഷ്ട്രീയമായി BJP-യെ നേരിടാനുള്ള കഴിവില്ല, ശേഷിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് BJP-ക്ക് സംഭാവന ചെയ്ത ബോണ്ട് വഴി സംഭാവന ചെയ്ത ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗമാണ്. 2, ഇന്ത്യയിൽ BJP-ക്കെതിരായി ആശയപരമായ പോരാട്ടം നടത്തുന്നത് ഇന്ത്യൻ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക വഴി BJP-ക്ക് സ്വാധീനം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വയനാട് മണ്ഡലത്തിൽ മൽസരിക്കാൻ പ്രിയങ്ക വരുന്നത്. പ്രിയങ്ക വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ ആശയം എടുത്തിരിക്കുകയാണ്. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി ചുരം കയറുമ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് ഈ 1 മണിക്കൂർ ചർച്ചാ വിധേയമാക്കിയത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.